പിൻവലിക്കില്ല എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കൂടി വരികയാണ്. ആ പ്രതികരണത്തിൽ നിലവിലെന്തായാലും ഡൽഹിയിലേക്കുള്ള പോക്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭയിൽ ഈ ആശാവർക്കർമാരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള അവസരം ലഭിച്ചില്ല. സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞും കഴിഞ്ഞു. അപ്പോൾ പിന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടലുമില്ല, സംസ്ഥാനത്തിൻ്റെ ഇടപെടലുമില്ല. ഈ സമരം എങ്ങനെയെങ്കിലും തീരാൻ സാധ്യതയുണ്ട്. ആരോഗ്യമന്ത്രിക്ക് തട്ടിപ്പ് നിർത്തണ്ടേ? എന്താ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ കേന്ദ്രത്തിനും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇത് പൈസ വാങ്ങിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ഇവർക്ക് കേന്ദ്രത്തിൽ സ്വാധീനമില്ലാത്തവരൊന്നും അല്ലല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ചായ കുടിക്കാനും വേണ്ടി പുട്ടും കടലയും ഇഡലിയും കഴിക്കാൻ വേണ്ടിയിട്ട് കേരള ഹൗസിലേക്ക് എത്തുന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയുള്ള നാട്ടിൽ ഇവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയില്ല. മാത്രമല്ല ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡൽഹി പോയത്? അപ്പോൾ അത് സത്യം പറഞ്ഞാൽ പോരെ, ഞങ്ങൾ ക്യൂബ സംഘത്തെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്, ഒപ്പം ഇതും കൂടെ പറയാം എന്ന് സത്യം പറഞ്ഞാൽ മതി. പറഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ